ഹലോ, വെൽക്കം ബാക്ക് ടു ഗാലക്സി വേൾഡ് വിത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കോഴീനെ ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഒരു ഫാമിലിക്കാണ് പോയത്. വരുമ്പോൾ എൻ്റെ ദൈവം, ഒരു മിനി ഹാർട്ട് അറ്റാക്ക് എനിക്കുണ്ടായി. അത് പാടത്തിൻ്റെ വരമ്പത്ത് കൂടെ പോകണേ ഞങ്ങൾ. അപ്പോൾ അവിടെ ചോദിച്ച് അങ്ങോട്ട് തിരിക്കാനും പറ്റില്ല, മറിക്കാനും പറ്റില്ല, ഇളകാനും പറ്റില്ല. ഗൈസ്, ഞാനാണെങ്കിൽ ആകെ ഒരു മാതിരി പെടുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഫാമിൽ വന്നപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കുവരെ. അപ്പോൾ എൻ്റെ അമ്മ അതാ കൂടൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ് നമ്മൾ. അപ്പോൾ 5 കോഴി കുഞ്ഞുങ്ങളെയാണ് വാങ്ങിക്കുന്നത്. 3 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് വാങ്ങിക്കണേ. എനിക്കറിയില്ല. അപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് എന്നെ മനസ്സിലാവുന്നില്ല എന്താന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എത്തി. കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ഒരു സമാധാനമായി. ഒരാൾ പിടിച്ചു വരാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 5 പിടിക്കാൻ പോയി. അപ്പോൾ ഇവിടെ പിടിക്കണത് കാണാൻ നല്ല സാഹസികമാണ്. 2 എണ്ണത്തിനെ പിടിച്ചു. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇവർ പിടിക്കുന്നത് കാണാം. ഇത് പിടിക്കാൻ വരുമ്പോൾ അവർ ഇവിടുന്ന് ഓടിപ്പോവാണ്. കാരണം അത്രയും കണ്ടോ. അതെനിക്ക് ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു പാട്ടായിട്ട് തോന്നി. ഒരെണ്ണത്തിനെ പിടിച്ചു. നമ്മൾ പിടിക്കുകയാണെങ്കിൽ ഞാൻ പിടിക്കൽ കുറവാണ്. മുമ്പൊക്കെ പിടിച്ചിരുന്നു. അതിൻ്റെ ചെറുത് മാത്രം പിടിക്കത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ചെറുതല്ലത്. ഇയാൾ ചെറുതല്ല പിടിക്കാൻ, എൻ്റെ കാലാണ് പിടിക്കുന്നത്. അത് കാലുകൊണ്ടൊന്ന് മാന്തി അടിപൊളിയായിരിക്കും. അപ്പോൾ ഞങ്ങൾ കുഞ്ഞിക്കുട്ടികൾക്ക് എല്ലാവരെയും കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും തിരിച്ച് മുമ്പ് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത് പിന്നെ ഓക്കെ ആയിരുന്നു. അപ്പോൾ ഞാനൊരു സംഭവം കാണിച്ചു തരാം. നിങ്ങൾ ചിരിക്കരുത്. അത് പിന്നെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് എല്ലാത്തിനെയും പിടിച്ച് കൂട്ടിലാക്കിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഭയങ്കര പേടി. പിന്നെ വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, വെള്ളമൊക്കെ കൊടുത്ത് ഒക്കെ ആയി. അങ്ങനെ അമ്മയ്ക്ക് അത് പൊക്കാൻ പറ്റുന്നില്ല, അത്ര വെയിറ്റ്. ഇയാളെങ്ങനെയാണോ ഒറ്റയ്ക്ക് പൊക്കിയത്? അപ്പോൾ അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട്. ഞാൻ ഒന്ന് പൊന്തിച്ച് നോക്കിയപ്പോൾ പിന്നെ ഞാൻ അവിടെ ഇരിക്കേണ്ടി വരും. അതേമാതിരിയാണ്, അത്രയ്ക്ക് വെയിറ്റ് ഉണ്ടായിനെ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കാറിൽ കയറ്റാൻ വയ്ക്കുകയാണ്. ഞങ്ങൾ ഡിക്കിലല്ല വെച്ചത്, ഞങ്ങൾ സീറ്റിൽ ഒരു ചാക്കും പേപ്പറൊക്കെ വിരിച്ചിട്ടാണ് വെച്ചത്. അപ്പോൾ അതാണെങ്കിൽ അവിടെ ഇരുന്നോളൂല്ലോ അത് തന്നെ. അപ്പോൾ ഇതെന്ത് സാധനം എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് കാടക്കുഞ്ഞുങ്ങളാണ്, കാടക്കുഞ്ഞുങ്ങൾ. അപ്പോൾ കാടക്കുഞ്ഞുങ്ങളാണോ അതോ കാടക്കുട്ടികളാണോ അല്ല കോഴികളാണോ എന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ കണ്ടപ്പോൾ അതിനൊന്ന് വീഡിയോ എടുത്താൽ ലാസ്റ്റായിട്ട് ഒരു വീഡിയോ കൊണ്ടിരിക്കുക. അത് ചാക്കൊക്കെ വിരിച്ചിട്ട് അല്ല സെറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതേ പേപ്പർ അവിടെയൊക്കെ വിരിച്ചിട്ട് പിന്നെ ഒരു ഫണ്ണായിട്ടുള്ളൊരു പാർട്ടാണ്. അപ്പോൾ അവിടെ കോഴികൾ മാത്രമുള്ള അതാണ് ഒരു ഫണ്ണെന്ന് പറയണത്. ഇതിലൊക്കെ തീറ്റ ഇട്ട് കൊടുത്തപ്പോഴാണ് പറയുന്നത് തീറ്റ അല്ല വേണ്ടത്, വേറെ തീറ്റയാണ്. അതിന് ഈ തീറ്റ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല, തിന്നൂല. എന്താ ചെയ്യാം, ഒന്നും ചെയ്യാനില്ല. അത് കൊണ്ട് ഞങ്ങൾ വേഗം അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചു. ഇവരുടെ ആണെങ്കിൽ മോന്ത കണ്ടറിയാം ഇവരെങ്ങനെ പിടിച്ചിട്ടിരിക്കണമെന്ന്. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇതല്ല കേട്ടോ, ഇതിൻ്റെ വേറൊരു പാട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് അടുത്ത പാട്ട്. ഇതാണ് അവർ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കിയിരിക്കുകയാണ്. 2 അവിടെ പുറത്ത് നോക്കിയിരുന്ന് എക്സ്പ്ലോർ ചെയ്യും കൂടിയാണ്. ഇവരാണെങ്കിൽ ഭയങ്കര പേടിച്ചിട്ട് ആകെ ഒരുമാതിരി. ഞാൻ ഫോൺ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ കാരണം പേടിച്ച് നോക്കിക്കുന്നായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് കല്യാൺ സിൽസിലേക്കാണ്. അവിടെ നിന്ന് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാനുണ്ട്. ഒരു കുട്ടിക്ക് ഒരു ഡ്രസ്സ് വാങ്ങിക്കണം. അത് കാരണം കൊണ്ട് നമ്മളത് ഇപ്പോൾ കാണിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാനിങ്ങനെ നടക്കുന്നതൊക്കെ എന്തെങ്കിലും വീഡിയോ എടുക്കണേ. നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ അമ്മ അച്ചാച്ചൻ കാറിൽ തന്നെ ഇരുന്നു. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ കല്യാണിൽ കയറിയിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി എനിക്ക് HNC പോകണം. നമ്മുടെ എന്താ പറയുക, ചാനലിൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ക്രാഫ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് സ്റ്റോറിലേക്ക് പോവാണ്ട് വിടത്തില്ല. എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ക്രാഫ്റ്റ് സ്റ്റോറിലേക്ക് പോവോ? എന്നാൽ ഞാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും എനിക്ക് കുറേ ഉടുപ്പുകളൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ എനിക്കൊന്നും വാങ്ങിച്ചിടാൻ പറ്റില്ല. ഞാൻ ഇട്ടാലും രസമുണ്ട്, പക്ഷേ ഇട്ടാൽ ഞാനത് പിന്നെ ഇടത്തില്ല. അപ്പോഴത്തെ ഒരു ആഗ്രഹത്തിന് ഈ ഒരു പാൻറ്റ് ഞാൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചേച്ചി നോക്കിയപ്പോഴാണ് മനസ്സിലായത് കീറിയ ഫാഷൻ.
പിന്നെ അവിടുത്തെ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എനിക്കിഷ്ടമായി. പക്ഷേ ഇതിൻ്റെ മോഡലൊന്നും അത്രയ്ക്ക് ഇഷ്ടമായി. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതാണെങ്കിൽ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ ഒരു ഉടുപ്പ് നോക്കുന്നു, ഞാനിങ്ങനെ ഓരോ ഉടുപ്പുകൾ നോക്കുന്നു. ഇതാണ് ഞങ്ങൾ ഫൈനലി സെലക്ട് ചെയ്തത്. വാങ്ങിച്ചത് ഈ ഉടുപ്പ് തന്നെയാണ്. ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് ഇടുന്നത് ഇങ്ങനത്തെ ടൈപ്പാണ്. പക്ഷേ ഇതിൻ്റെ കളർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ആ കാണുന്ന ഉടുപ്പ് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് തോന്നി. ഇത് പറയുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതൊക്കെ എന്ത് സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ കുഞ്ഞു പോവേനെ കയ്യിൽ വെക്കുമ്പോൾ തന്നെ അത് കിടക്കണം എന്ന് പറയേണ്ടി വരിക. അത്രയ്ക്ക് സോഫ്റ്റാണ്. അത് കയ്യിലിരിക്കാൻ തന്നെ ഇല്ല, അതേമാതിരിയാണ്. എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി. അപ്പോൾ ഈ ഒരു ഉടുപ്പ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് അതേപോലെ കളർഫുള്ളൊന്നും എനിക്കിപ്പോൾ ഇഷ്ടമേ അല്ല. ഈ കാണിക്കുന്ന ഇതുണ്ടല്ലോ, ഇത് നല്ലോണം ഡാർക്കാണ്. ക്യാമറയിൽ അത് ഗ്യാഷായിട്ട് കാണിക്കുന്നത്, ഗ്രേ കളറാണ് കാണിക്കുന്നത്. പിന്നെ അതൊക്കെ എടുത്ത് ഞങ്ങൾ ആ പച്ച കേട്ടോ ഞാൻ കാണിച്ചത് എടുത്തത്. പിന്നെ ഇതാ എനിക്കൊരു ടീഷർട്ട് എടുക്കുകയാണ്. ഞാൻ ഫൈനലി എടുത്ത കളറ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ഒരു മോഡല് പലാസയും കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ പലാസ അങ്ങനത്തില്ലടോ, ഞാനെന്താ ചെയ്യുക. പിന്നെ ഞാൻ അവിടേക്ക് പോയപ്പോൾ ഉണ്ടല്ലോ, അവിടെ ഞാനൊരു പില്ലോ കണ്ടു. ഒരു പില്ലോയാണ്, ഞാൻ വിചാരിച്ചു പില്ലോ കവറാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ലിഫ്റ്റ് കയറുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഫൺ ഇതിൻ്റെ കുളത്ത് വിട്ടു. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതെനിക്ക് ശരിക്കും തലയിൽ പ്രാന്ത് കയറി. അപ്പം നമ്മളിനി വന്നിരിക്കുന്നത് അമ്മയ്ക്കൊരു സാരി എടുക്കാനാണ്. ഒന്നാണോ രണ്ടാണോ എനിക്കിപ്പോഴും ഓർമ്മയില്ല. ഞാൻ ഈ സാരികളൊന്നും കാണിച്ചിട്ടില്ലേ. അപ്പോൾ ഞാൻ എന്താ സാരികൾ എടുക്കുന്നു. ആദ്യമായിട്ടാണ് ഗൈസ് ഞാനൊരു ഷോപ്പിംഗ് വ്ളോഗ് ഇടുന്നത്. അതായത് HNCയിലൊക്കെ പോയിട്ട് ഫുൾ ഇത് ആക്കിയതൊക്കെ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത്. ഇത് ലോങ് വീഡിയോ ആയിട്ടായിരിക്കും മിക്കവാറും പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ടായിരിക്കും. അപ്പം ഞാനിവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അവിടെ ഞാനൊരു ചേച്ചിയുടെ വാച്ച് കണ്ടു. വാച്ച് ആ ചേച്ചി ആ കയ്യുമ്മ കൊടുക്കുന്ന വാച്ച് കണ്ടു. എൻ്റെയും വാച്ച് അതേപോലത്തെ നോക്കിക്കോട്ടെ, ശ്രദ്ധിച്ച് നോക്കണം. ഞാനിപ്പോൾ അങ്ങോട്ട് വരും. ആ കൈമ കിടക്കുക, അതാ മനസ്സിലായി കാണില്ല. എൻ്റെയും വാച്ചെങ്ങനെയാണ് അതേപോലെ തന്നെ കളറൊക്കെ പോയിട്ടുണ്ട്. പിന്നെ സാരിയുടെ സെക്ഷനിലേക്ക് വന്നപ്പോൾ എനിക്ക് ഈ ഒരു സാരി നന്നായിട്ട് ഇഷ്ടമായി. അത് സോഫ്റ്റാണ്, പക്ഷെ അത് ഉടുത്ത് നല്ലോണം ലൂഷനിക്ക് അതിലും നല്ല സോഫ്റ്റാണ് ഇപ്പോൾ ഞാൻ പിടിക്കുന്നത്. അങ്ങനെ നമ്മൾ HNCയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിൽ എന്തൊക്കെ മേടിക്കണം എന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. അപ്പോഴാണ് ഓക്കെ. അപ്പോൾ ഇത് വാഷി ടേപ്പിൻ്റെ സംതിങ് ആണെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് വാങ്ങിച്ചത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ പല സാധനങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് വാങ്ങിച്ചത് കാണിച്ചു തരാം. HNCന്ന്. അപ്പോൾ HNCന്ന് വാങ്ങിയ സാധനങ്ങളാണ്. ചുമ വന്നു. അപ്പോൾ ഇതൊക്കെ ഒരു രസമാണല്ലോ, അത് കാരണം കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ അതേപോലെ അതിൻ്റെ ഉള്ളിൽ കുറേ സ്റ്റാപ്ലറൊക്കെ ഉണ്ടായിരുന്നു, 2 അത് കൈ കുത്തി കയറണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വേഗം തന്നെ അതെടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് അല്ലെങ്കിൽ കാലും കൈമയോ അല്ലെങ്കിൽ കുത്തി എനിക്ക് വയ്യ കരയാൻ. അത് കാരണം കൊണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഫാബ്രിക് പെയിൻറ്റ് ഒന്നുമില്ല, ഞാൻ എന്തെങ്കിലും ആകെ ഒരു റെഡ് മാത്രമേ ഉള്ളൂ, ആ ഒരു ഫാബ്രിക് പെയിൻ്റ് ഉള്ളൂ. അപ്പോൾ അതെ വൈലറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് മനസ്സിലായി. പിന്നെ ഞാൻ എന്തിനാണോ ഇങ്ങനെയൊക്കെ ആക്കുന്നത്. അങ്ങനെ ഞാനൊരു ഹൈലൈറ്റർ വാങ്ങിച്ചു. ഞാൻ വിചാരിച്ച തരത്തിലൊരു ഹൈലൈറ്റർ വാങ്ങിച്ചു. ഞാൻ നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാം. ഞാൻ പെട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ ഏകദേശം കളറാണ്, പക്ഷേ വരയ്ക്കുമ്പോൾ ഇങ്ങനത്തെ കളറൊന്നുമല്ല, നല്ല രസമുള്ള കളറാണ്. എനിക്ക് നല്ല എസ്തെറ്റിക് ആയി തോന്നി. ഓക്കെ, അപ്പോൾ ഇത് വയലറ്റാണ് കളറ്. ഇപ്പോഴും നിങ്ങൾക്ക് കാണുന്നൊന്നുമില്ല, ASMR. അപ്പോൾ ഇനി കുറച്ച് പെൻസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായി. പെൻസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്, റെഡ്, അതേപോലെ പിന്നെ ബ്ലാക്കും റെഡും പിന്നെ ഒരു ഗിൽറ്റർ പെന്നുമാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി ഒരു 2 എണ്ണം ഒരു വ്യത്യാസമുള്ളൂ, ബാക്കി എല്ലാം ഒന്നാണ്. അതായത് ബ്ലാക്കാണ്. കണ്ടോ, പലതരം പേനകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. നല്ല സ്മൂത്ത് പേനുകളാണ് എല്ലാം. ഈശ്വരാ, സ്മൂത്ത് പേനകളാണല്ലോ. എല്ലാം ജെൽ പേനകളാണ്. പിന്നെ ബോൾ പേനകളൊക്കെ ആ കാര്യം കൂടെ നമുക്കിനി അടുത്ത സംഭവത്തിലേക്ക് കിടക്കാം. അടുത്ത സംഭവം ഞാനൊരു സംഭവം വാങ്ങിച്ചു കഴിച്ചു, അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. അടുത്ത ഫാബ്രിക് പെയിൻറ്റ്, പക്ഷേ ഇത് ആർക്ലിക്കിൻ്റെ സംതിങ് ആണെന്ന് തോന്നുന്നു. മറ്റേത് ഫെവിക്രില്ലാണ്, ഇത് ആർക്ലിക്ക് അങ്ങനെ എന്തോ സംഭവം, എനിക്ക് അതിനെ വായിക്കാൻ മനസ്സിലാവില്ല. അപ്പോൾ ഇത് ഫെവിക്രില്ലാണ്, നല്ല എസ്തെറ്റിക് ആയി തോന്നി. ഇപ്പോൾ വാങ്ങിച്ചത് ലാവൻഡർ ഷെയ്ഡാണ്.
അത് ലാവൻഡർ പിന്നെ വൈറ്റും ബ്ലാക്കും ഞാൻ ആർക്കിലിക്കിൻ്റെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ നോക്കിയൊന്നുമില്ല, ഞാൻ പെറുക്കിയെടുത്തത്. പിന്നെ ഇത് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചൊരു പൊട്ടണ HNCയിൽ ഇപ്പോൾ ഇതൊക്കെ വരുന്നു. അതൊക്കെ എനിക്ക് അത്ഭുതമായിപ്പോയി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. കുഞ്ഞു കോമ്പോ ഇത് ഞാൻ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് നല്ലോണം ഗ്രഹിച്ചത്. നല്ല രസമുണ്ട്, ഇഷ്ടമായി. എന്തായാലും അടിപൊളിച്ചാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് മുടിയൊക്കെ കൊഴിയാൻ നിൽക്കുക, അതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റോർ ആയിക്കോളും. പിന്നെ അതിൻ്റെ ഒന്ന് റിമൂവ് ചെയ്യാനാണ് പാട്, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ഉദ്ദേശിച്ച കോമ്പ് കേട്ടോ. അപ്പോൾ അതാ ഇനി നമ്മൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഞാനൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനും മറന്നു. അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റാണ് കാണിക്കുന്നത്. അതേപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ ഇത് വൈൻഡപ്പ് ഒന്നും ചെയ്തിട്ടില്ല, അതേ കൊടുക്കുന്നു. വൈൻഡപ്പ് ഒന്നും ചെയ്തിട്ടില്ല ആയിരുന്നു. അപ്പോൾ ഇത് ഇനി രാത്രി പാതിരാത്രി ആയപ്പോൾ എനിക്ക് ഉറക്കം വന്നിട്ടാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് ഒറ്റ കണ്ണ എഴുതിയിട്ടുണ്ടായിരുന്നു. പുതിയ ചീർപ്പ് ഞാൻ ഉദ്ഘാടനം ചെയ്തു ഗൈസ്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നൊരു ഭാഗമൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ വന്നിട്ട് അങ്ങനെ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. ഞങ്ങൾക്കൊരു ബോധമില്ലാണ്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്. അത്രയ്ക്ക് 1 മണിക്കാണ് വീട്ടിൽ വന്നത്. പിന്നെ 2 മണിയായി കിടക്കാനൊക്കെ, ഫുഡൊക്കെ കഴിച്ച് കിടക്കാനായിട്ട്. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല ഞാൻ. അപ്പം ഞാനിതാ കണ്ടു, എനിക്ക് മുടി വീഴ്ചയില്ല. പക്ഷേ മുടി കൊഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ആയിക്കോളും. ഞാനിപ്പോൾ എന്തോ തട്ടിയിട്ടിട്ടാണ് എടുക്കുന്നത് എനിക്ക് മനസ്സിലായി, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ പുതിയ സ്റ്റൈൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതേ അവിടെ കൊളത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എടുത്തതിന് പിറ്റേ ദിവസമാണ് ഞാൻ എഡിറ്റിങ്ങുകളൊക്കെ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഈ ഉറക്കം വന്നതാണെന്ന് തോന്നുന്നത്. കുറേ 2-3 സെക്കൻഡ് അങ്ങനെ എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ പുതിയ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ, മുടിയൊക്കെ അടിപൊളി സെറ്റ് ഇടുന്നുണ്ട്. കൊള്ളാം, പക്ഷേ ചപ്പറ് പോലെ എടുക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്തിലാവട്ടെ, എൻ്റെ മുടിയാകെ ഷോർട്ടായതുപോലെയൊക്കെ തോന്നി എന്തായാലും. അപ്പോൾ എന്തായാലും മുടിയൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ കണ്ണൊക്കെ എഴുതാം. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പാറിക്കെടുക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പാറിക്കെടുത്തി. അപ്പോൾ ഇനി നമ്മൾ ഐലൈനറാണ് എഴുതാൻ പോകുന്നത്. ഒറ്റ കണ്ണിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഓൾറെഡി, മറ്റേ കണ്ണിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതിയതിന് കുറവൊന്നുമില്ല. ഞാൻ കണ്ണ് തിരുമ്പിയപ്പോൾ പോയി, എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല പള്ളിപ്പായി എനിക്ക് പോകുന്നുണ്ടെന്ന്. ഇല്ലെങ്കിൽ ഞാൻ എഴുതുമായിരുന്നു. അതാ ഞാൻ എഴുതാൻ പോയതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ക്യാമറയിൽ നോക്കി എഴുതിയാൽ എനിക്ക് സെറ്റാവുമെന്ന് എനിക്ക് തോന്നിയില്ല. അത് കാരണം കൊണ്ട് ഞാൻ മിററിൽ നോക്കിയാണ് ഗൈസ് എഴുതിയത്. ഞാനൊരു ബ്യൂട്ടി സ്പോട്ട് ഇട്ടാലാണ് ഗൈസ്, പിന്നെ എനിക്കൊന്നും വേണ്ട, ഞാൻ അങ്ങനെ ഇടാറൊന്നുമില്ല ശരിക്കും. അപ്പോൾ ഇനി നമ്മൾ ആ പറഞ്ഞ ലിപ്സ്റ്റിക്ക് ഞാൻ ഉദ്ഘാടനം ചെയ്തു. ബ്രൗൺ ആണ് ഷെയ്ഡ് 10 ആണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ബ്രൗൺ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാണിച്ചു തരാം. എനിക്ക് പൊട്ടുമെന്നൊരു പേടിയുണ്ട്, അത് കാരണം ഞാൻ മിക്കതും ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് മേടിക്കുക. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ മേടിക്കുക ഇഷ്ടമില്ലാണ്ടല്ല, അത് പൊട്ടി കഴിഞ്ഞ് പിന്നെ വേറെ വാങ്ങിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ കൂടുതൽ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുക. അത് ഇടുമ്പോൾ വലിയ സുഖമൊന്നുമില്ലെങ്കിലും എനിക്കിഷ്ടം സ്റ്റിക്കാണ് ഗൈസ്. അതാകുമ്പോൾ നല്ലോണം സ്മൂത്തായിട്ട് കിടന്നോളും. അതിങ്ങനെ ഡ്രൈ ആയതുപോലെ ഒന്നും കിടക്കത്തില്ല. ഈ ലിപ്സ്റ്റിക്ക് ഡ്രൈ ആയതുപോലെ ഒന്നും കിടക്കത്തില്ല. ഇത് ഞാൻ കല്യാണം എന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആ പിന്നിലിരിക്കുന്ന കവറിൻ്റെ കടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനിതാ എല്ലാം ഇട്ടിട്ട് ഞാൻ എൻ്റെ റൂമിൽ തന്നെയാണ് എല്ലാ കലാപരിപാടികളും ചെയ്യാറുള്ളത്. അപ്പോൾ അതാ ഞാൻ എന്തേ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടില്ല, സെറ്റായി. നിങ്ങൾക്ക് ഈ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇനിയിപ്പോൾ എന്താണ് പോയിട്ട് ലൈറ്റ് കാണാൻ പള്ളിക്ക് പോയിട്ട് വരാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ശരിക്കും വൈൻഡപ്പ് ആക്കി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കുമോ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഒന്നും കൂടി ഒന്ന് ചീർപ്പ് കൊണ്ടൊന്ന് ചീന്തിയിട്ടുണ്ടായി. അപ്പം ഞാനിതാ മുടി ഒന്നും കൂടി പാറിപ്പറത്തി ഇട്ടപ്പോൾ എനിക്ക് ഇച്ചിരി സമാധാനം കിട്ടി. അങ്ങനെ ഞാനിതാ അതിൻ്റെ ഉള്ളിൽ മുടിയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഉണ്ടെങ്കിൽ കളയാമെന്ന് കഴിച്ച് അടിപൊളി ചീപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും സബ്സ്ക്രൈബും മറന്നിട്ടുണ്ടോ ആവും, ആർക്കറിയാം, നിങ്ങൾ മറന്നില്ല എനിക്കറിയില്ലല്ലോ.
അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയുടെ വീണ്ടും വരാം. ബൈ.